സഹോദരി സഹോദരന്മാർ, മിൽമ ഫെഡറേഷൻ്റെ 3 മേഖലാ യൂണിയനുകളിലൊന്ന് തിരുവനന്തപുരം യൂണിയൻ. ഇവിടുത്തെ നേരത്തെ വിശദീകരിച്ച പോലെ കാരണം കാണിക്കാതെ ഒരു ഭരണസമിതിക്ക് നേരെ ആക്ഷേപമുണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ വിശദീകരണം ചോദിക്കും. കാരണം കാണിക്കൽ ഒക്കെ നൽകിയതിന് ശേഷമാണ് തിരിച്ചുവിടാറുള്ളത്. പക്ഷേ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കർഷക പ്രസ്ഥാനങ്ങളുടെ ക്ഷീരകർഷക പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലാണോ അതിൻ്റെ ഭരണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം യൂണിയൻ ഭരണസമിതിയെ ഗവൺമെൻറ് വന്നതിന് ശേഷം പിരിച്ചുവിട്ടിരിക്കുക. ഇന്ന് ഇതിൻ്റെ ഭാഗമായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും തിരുവനന്തപുരത്തും ഈ ജനാധിപത്യ വിരുദ്ധമായ നടപടികൾക്കെതിരായി കർഷക സംഘത്തിൻ്റെയും ക്ഷീരകർഷകരുടെയും നേതൃത്വത്തിലുള്ള പ്രക്ഷോഭ സമരം നടത്തി ജനാധിപത്യ ഹത്യക്കെതിരായിട്ടുള്ള പ്രതിഷേധം ഉയർത്തണം എന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂരിലെ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിന് മുമ്പിൽ ഇന്ന് ഈ മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചു. മിൽമയുടെ എറണാകുളം മേഖലാ യൂണിയൻ ഇപ്പോൾ അതിൻ്റെ മേഖലാ യൂണിയൻ്റെ പ്രസിഡൻറ്റിനെതിരായി അവർ തന്നെ കേസ് കൊടുത്തിട്ടുള്ളൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. മേഖലാ പ്രസിഡൻറ്റ്, യൂണിയൻ്റെ പ്രസിഡൻറ്റ് ക്ഷീരകർഷകനല്ല എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത് കോൺഗ്രസിനകത്തുനിന്ന് തന്നെയാണ്. പക്ഷെ അതൊരു ആലോചിച്ചെടുത്തൊരു കേസാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ 2 യൂണിയനുകളും ഇല്ലാതെയായാൽ സ്വാഭാവികമായി മിൽമയുടെ ഫെഡറേഷൻ്റെ നിലനിൽപ്പില്ലാതെയാവും. ആ സമയത്ത് ഭരണസ്വാധീനം പ്രയോജനപ്പെടുത്തി ഇവയെല്ലാം തിരുവനന്തപുരം യൂണിയനിൽ ഇപ്പോൾ LDFനുള്ള ഭൂരിപക്ഷം അവസാനിപ്പിച്ച് ഭരണസൗകര്യം പ്രയോജനപ്പെടുത്തി ഫെഡറേഷൻ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇപ്പോൾ ക്ഷീരമേഖലയിൽ UDFൻ്റെ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. മലബാർ യൂണിയനിൽ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷ നേതൃത്വം കൊടുക്കുന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മികച്ച പ്രവർത്തനം നടത്തുന്ന ക്ഷീരസംഘങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മലബാർ മേഖല യൂണിയൻ ആരംഭിച്ചു. അല്ലാതെ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കീഴിലാണ്. മലബാർ യൂണിയൻ്റെ പ്രസിഡന്റ് കൂടിയായ സഖാവ് മണിയ ഇപ്പോൾ മിൽമയുടെ ഫെഡറേഷൻ്റെ ചെയർമാൻ എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ സംഘത്തിൻ്റെ സഹകരണ മേഖലയിലുള്ള നിയമവും ചട്ടവും ഒക്കെ മറികടന്ന് ഈ ഫെഡറേഷനെ അവസാനിപ്പിക്കാൻ നടത്തുന്ന ഈ ശ്രമങ്ങൾക്കെതിരായിട്ടാണ് ഈ പോരാട്ടം തുടരുന്നത്. ഇപ്പോൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം പാൽ ഉൽപ്പാദകർക്ക് 3 രൂപ വില കൂട്ടി കൊടുക്കാൻ കഴിഞ്ഞു. അതിനു മുമ്പ് കേരളത്തിലെ കൃഷിക്കാർക്ക് UDFൻ്റെ ഭരണകാലത്ത് ആ ക്ഷീരസംഘങ്ങൾ കൊണ്ടൊരു നേട്ടവും ഉണ്ടായിട്ടില്ലെന്ന് നമുക്കറിയാം. മിൽമയുടെ കാലിത്തീറ്റയുണ്ട്. ഇപ്പോൾ നൈനാനൊക്കെ ഉൾപ്പെടെ പറയുന്നത് പലപ്പോഴും ഇപ്പോൾ സമയത്തിന് കിട്ടാതെയായി തുടങ്ങി എന്നുള്ള പ്രശ്നവും മലമ്പുഴയിലും ഇരിഞ്ഞാലക്കുടയിലും ഒക്കെയുള്ള പ്ലാന്റുകളിലുണ്ട്. പുറമെ ഔട്ട്സോഴ്സിങ്ങും നടത്തുന്നുണ്ട് തീറ്റക്കീറ്റ്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ കൃഷിക്കാരെ ബാധിക്കുന്ന മറ്റു പ്രശ്നങ്ങളും വരിക. 1 ലിറ്റർ പാലിന് 3 രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൽപ്പാദക ബോണസ് എന്നോ റോയൽറ്റി എന്നോ പറയാവുന്ന രീതിയിൽ കൊടുത്തിരുന്നു. കഴിഞ്ഞ വർഷത്തെ 6 മാസത്തെ സംഖ്യയാണ് ആ ഇനത്തിൽ കിട്ടിയിട്ടുള്ളത്. ബാക്കി സംഖ്യ കൊടുക്കാൻ ഗവൺമെൻറ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ വർഷത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിനുവേണ്ടി നീക്കി വെക്കേണ്ടി വരുന്ന സംഖ്യ സർക്കാർ ഇതുവരെ പ്ലാൻ ഫണ്ടിൽ വെട്ടിക്കുറവും സമയത്ത് നൽകാത്തതിൻ്റെ ഈ പ്രശ്നങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അനുഭവിക്കുക. 1538 കോടി രൂപയുടെ കുറവാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് ഈ വർഷം വന്നതും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി എന്ന് നമുക്കറിയാം. എല്ലാ വകുപ്പുകളും അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. അസംബ്ലിക്കകത്ത് ധനകാര്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ
കേന്ദ്ര ഗവൺമെൻറ് സംഖ്യ തരാത്തതിൻ്റെ ഭാഗമായി ബഡ്ജറ്റ് ഇത്ര വലിയ സംഖ്യയുടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് 35,000 കോടി രൂപയുടെ വാർഷിക ബഡ്ജറ്റ് 30,000 കോടി രൂപയായി വെട്ടിക്കുറച്ചത്. അപ്പോൾ എല്ലാ വകുപ്പുകളിലും ആ വെട്ടിക്കുറവുണ്ട്. ഞാൻ തദ്ദേശ വകുപ്പിൻ്റെ പറഞ്ഞു, കൃഷി വകുപ്പിലും ക്ഷീരവികസന വകുപ്പിലും. ക്ഷീരവികസന വകുപ്പിൽ ഏകദേശം 60 കോടി രൂപയുടെ കുറവുണ്ട്. ഇനി കിടാരികൾക്കും മറ്റു കുഞ്ഞുങ്ങൾക്കുമൊക്കെ കൊടുക്കേണ്ട സർക്കാരിൻ്റെ സഹായം കൂടി ഈ വർഷം എങ്ങനെയാവും എന്ന് കണ്ടറിയണം. മറ്റ് ചികിത്സാ സൗകര്യത്തിൻ്റെ കാര്യത്തിലും മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഫണ്ടിൻ്റെ കാര്യത്തിലും കുറവാണ്. വെറ്റിനറി ആശുപത്രികളിൽ ഇപ്പോൾ സർക്കാർ ആശുപത്രികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പോലെ വെറ്റിനറി ആശുപത്രികൾ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ ഈ ഫണ്ടിൻ്റെ വെട്ടിക്കുറവിൻ്റെ ഭാഗമായി വരിക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും കൃഷിക്കാരെ സഹായിക്കുന്നതിൽ പ്ലാൻ ഫണ്ടിൽ ചർച്ച ചെയ്ത് അംഗീകരിച്ച ഒരു നടപടിക്രമം പൂർത്തിയാക്കി വെച്ചിരുന്നതാണ്. ആ പൂർത്തിയാക്കി വെച്ച പ്ലാനിലാണ് വെട്ടിക്കുറവ് വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ പ്ലാൻ എന്ത് ചെയ്യണം എന്നുള്ള അസന്നിഗ്ധാവസ്ഥയിലാണ്. വല്ലാത്ത പ്രതിസന്ധിയിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കൃഷിക്കാർക്ക് അല്പമെങ്കിലും ആശ്വാസം എത്തിക്കാം. തീറ്റയുടെ വില കൂടി, മറ്റു മരുന്നുകളുടെ വില കൂടി, മറ്റു വൈക്കോൽ ആവശ്യത്തിന് കിട്ടാനില്ല എന്ന് തുടങ്ങിയ ധാരാളം പ്രതിസന്ധികൾക്കിടയിൽ ഇങ്ങനെ സഹായിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിചാരിച്ചാലും അതിന് കഴിയാത്ത പുതിയ സാഹചര്യത്തിലേക്ക് ഈ ഗവൺമെൻറ് നടപടികൾ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിൻ്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തന്നെ വരികയാണ്. ഇതെല്ലാ വകുപ്പുകളെയും ബാധിക്കുന്ന സ്ഥിതിയാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കേരളം കടക്കണിയിലാണ് എന്നാണ് ഗവൺമെൻറ് പറഞ്ഞത്. പക്ഷേ കേരളത്തിലെ കഴിഞ്ഞ കാലത്തെ വികസന പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ഒരു ധൂർത്തും നടത്താതെ ഗവൺമെൻറ് ഈ രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തൊരു ഗവൺമെൻറ്റാണ് കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നത്. ക്ഷീരകർഷകർക്കും സാധാരണ കർഷകർക്കും ആശ്വാസം എത്തിക്കാൻ വേണ്ടി ഫലപ്രദമായും ഇടപെട്ടിട്ടുണ്ട് പ്രതിസന്ധികൾക്കിടയിൽ. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുമ്പോഴും അതിനെതിരായി കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി നിരന്തരം പോരാട്ടം നടത്തുകയും സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ച് കേരളത്തിൽ പ്രതിസന്ധിയില്ലാതെ മുന്നോട്ട് പോകുന്നൊരവസ്ഥയും ഉണ്ടായി. എല്ലാ മേഖലയിലും ഒരു വികസന പ്രവർത്തനവും സാമ്പത്തിക പ്രയാസം കേന്ദ്ര ഗവൺമെൻറ് നടത്തിയ സാമ്പത്തിക ഉപരോധത്തെ തുടർന്ന് അനുഭവിച്ചപ്പോഴും അതൊന്നും ഏശാതെ ഈ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ ആ കാലഘട്ടത്തിലായിട്ടുണ്ട്. ഇപ്പോൾ ശ്രീമാൻ സതീശൻ കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി പറയണത് കേരളത്തിൽ പണമില്ല, മാർഗമില്ല എന്നാ. LDF ഗവൺമെൻറ് വന്നതിന് ശേഷം കേരളത്തെ കടക്കണിയിലാക്കി എന്നുള്ള കേരളത്തിൻ്റെ നാളിതുവരെയുള്ള കടത്തെക്കുറിച്ച് അവർ ധവളപത്രം പുറപ്പെടുവിക്കുകയുണ്ടായി. ആ ധവളപത്രത്തിൽ മുമ്പ് പറഞ്ഞ പോലെ ചന്ദ്രശേഖരൻ പ്ലാനിംഗ് ബോർഡിൻ്റെ ഉപദേശകനായി ഇപ്പോൾ എത്തിയിട്ടുള്ള പഴയ ക്യാബിനറ്റ് സെക്രട്ടറി ചന്ദ്രശേഖരൻ പറഞ്ഞ കണക്കുകൾ അനുസരിച്ച് UDF തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരിപ്പിച്ച കടമില്ല, 33% കടം കുറഞ്ഞു വന്നിരിക്കുന്നു. കേരളത്തിൻ്റെ GDP വളർന്നിട്ടുണ്ട്, ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്, കടത്തിൻ്റെ പരിധി അതിനപ്പുറത്തല്ല എന്ന് വന്നു. കടമെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിരുന്ന UDFൻ്റെ ഗവൺമെൻറ് ഈ ഓണക്കാലത്തെ ചെലവിനിപ്പോൾ 2,000 കോടി രൂപയുടെ കടപ്പത്രം ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ 3 മാസം കൊണ്ട് 19,000 കോടി രൂപ സംസ്ഥാന മുഖ്യമന്ത്രി മുമ്പ് കടമെടുത്ത് ദൂർത്തടിക്കുകയാണ്, കേരളത്തെ പാപ്പരീകരിക്കുകയാണ് എന്ന് പറഞ്ഞൊരു ഗവൺമെൻറ് ഇപ്പോൾ 19,000 കോടി രൂപ കടമെടുത്തു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം, വിഭജിക്കാവുന്ന വിഹിതം, അതിൽ ധനകാര്യ കമ്മീഷൻ്റെ അവാർഡ് ഇപ്പോൾ വന്നു. കഴിഞ്ഞ തവണ 9.12% കേരളത്തിന് കിട്ടിയെങ്കിൽ ഏറ്റവും കുറവ് നമ്മുടെ കാലത്താണ് കിട്ടിയത്. ഇപ്പോൾ അതിനേക്കാൾ ഏകദേശം 2.2%-ഓളമായി കേന്ദ്ര പ്ലാൻ ഫണ്ടിൻ്റെ വിഹിതത്തിൽ വർധനവ് ഇപ്പോഴുണ്ടായിട്ടുണ്ട്. നമ്മൾ നടത്തിയ നിരന്തരമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ കേന്ദ്ര ധനകാര്യ വിഹിതത്തിലുണ്ടായ പണത്തിനേക്കാൾ 10,000 കോടി രൂപ ഈ വർഷം സംസ്ഥാന ഗവൺമെൻറ്റിന് കൂടുതൽ കിട്ടുമ്പോഴാണ് കടമെടുക്കുന്ന ആകെ പെശകാണ്, കേരളത്തെ പാപ്പരീകരിക്കാനാണ് എന്ന് പറഞ്ഞൊരു ഗവൺമെൻറ് ഇപ്പോൾ 19,000 കോടി രൂപ കടമെടുത്തിട്ടുള്ളത്.
ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഈ കഴിഞ്ഞ 3 മാസക്കാലം കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വിഭാഗത്തിന്, സർക്കാർ ജീവനക്കാർക്ക്, കർഷകർക്ക്, മറ്റാർക്കെങ്കിലും ഈ ഗവൺമെൻറ് നയപരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഗുണം അനുഭവിക്കാൻ മധുവിധു കാലമാണ് എന്നാണ് പറയുന്നത്. ഇന്ന് മനോരമ പത്രം അതിന് സഹായിക്കുന്ന ലേഖനം എഴുതിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംയുക്ത സമരമൊന്നും ആരംഭിക്കാത്തത് ഈ മധുവിധു കാലമായതുകൊണ്ടാണ്. പക്ഷെ 3 മാസക്കാലം ചോറ് വെന്തോ എന്ന് നോക്കാൻ പറ്റിഞ്ഞെക്കി നോക്കുന്ന പോലെ ഈ ഗവൺമെൻറ് ഇടപെട്ട എല്ലാ മേഖലയിലും പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നത് കാർഷിക മേഖലയിലെ പ്രതിസന്ധി തുടരുകയാണ്. ഇപ്പോൾ കാലവർഷക്കെടുതിയുടെ കാലമാണല്ലോ. കാലവർഷക്കെടുതിയുടെ ഭാഗമായി നരകയാതന അനുഭവിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കാൻ ഈ ഗവൺമെൻറ്റിന് പദ്ധതിയുണ്ട്. ക്ഷീരകർഷകരെ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളെ മൊത്തം ബാധിച്ചൊരു പ്രശ്നമാണ്. അതിൽ കൃഷിക്കാർ കൂടിയുണ്ട്. അവരെ സഹായിക്കാൻ ഈ ഓണക്കാലത്ത് അവരുടെ വീട്ടിൽ അടുപ്പ് പുകയുന്നുണ്ടോ എന്ന് നോക്കാൻ കേരളത്തിലൊരു ഗവൺമെൻറ് ഉണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല, അവരെ അവഗണിക്കുക. കടലിൽ പോയവർ മരിച്ചു വീണ് ഇതുവരെ അവരുടെ മൃതദേഹം കണ്ടെത്തി കൊടുക്കാൻ ഗവൺമെൻറ്റിനായിട്ടില്ല. അത് പറഞ്ഞപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞ് കടൽ തീരത്തേക്ക് പോയാണ്ടായ അനുഭവം അറിയാമെന്നല്ലോ എന്നാണ്. 14 ദിവസത്തിന് ശേഷമാണ് ആ വീട്ടിലൊന്ന് പോയത്. കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി പരസ്യമായി പറഞ്ഞു, മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി മരിക്കുന്ന ആദ്യമായിട്ടൊന്നുമല്ല, ബോഡി കിട്ടാത്തതും ആദ്യമായിട്ടല്ല. ഒരു സംഭവ സമയത്ത് എല്ലാത്തിനെയും കൂട്ടിയിണക്കി രക്ഷാപ്രവർത്തനം നടത്തേണ്ട ഗവൺമെൻറ് ആ കാര്യത്തിൽ ഇടപെടാതെ മാറി നിന്നതാ ഈ കേരളത്തിലെ ദുരന്ത മേഖലയിൽ ഉണ്ടായ സംഭവത്തിൽ നമ്മൾ കാണുന്നത്. ഇതെല്ലാ മേഖലയിലെയും പ്രശ്നങ്ങളെ ബാധിക്കുന്നതാണ്. ഞാൻ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചതെന്ന് മാത്രമാണ് ഇപ്പോൾ. BJPയുമായിട്ടുള്ള സഹകരണത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ? ഇന്നലെയാ നമ്മുടെ മോഹൻ കുന്നുമ്മൽ ആരോഗ്യവകുപ്പ് മന്ത്രി, ആരോഗ്യവകുപ്പ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഒരു യോഗത്തിൽ പോയി പ്രസംഗിച്ചത്. ഈ വന്ദേ മാതരം പാടാത്തവരൊക്കെ തള്ളയില്ലാത്തവരാണ് എന്ന് പരസ്യമായിട്ടാണ്. അമ്മയെ സ്നേഹിക്കാത്തവരാണെന്ന ആക്ഷേപം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ, മതേതര പാരമ്പര്യമുള്ള വിദ്യാഭ്യാസ മേഖലയിലെ ഒരു സർവകലാശാലയിലെ വൈസ് ചാൻസലർ RSSൻ്റെ വേദിയിൽ പോയി പ്രസംഗിക്കുന്നത് കേരളത്തിൽ ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായാൽ അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം ഗവൺമെൻറ് ഭാഗത്ത് നിന്നുണ്ടാവേണ്ട. ചോദ്യം ചെയ്യേണ്ടത് എന്താ? മോഹൻ ഭാഗവത് തിരുവനന്തപുരത്ത് വന്നപ്പോൾ അവർ സന്ദർശിക്കാൻ വൈസ് ചാൻസലർമാർ ഉൾപ്പെടെ പോവുകയാണ്. NG സർവകലാശാലയുടെ വൈസ് ചാൻസലറായി മാവൂദ് എന്ന് പറയുന്ന ഒരു RSSകാരനെ നിയമിച്ചപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതിയില്ല. ഞാൻ ഈ വിഷയം പറഞ്ഞത് ആകെ വിശദീകരിക്കാനല്ല. ഞാനിത് പറഞ്ഞത് കേന്ദ്രത്തിനോട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന വർഗീയ നയങ്ങളോട് പ്രീണനം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ന്യായമായ വിഹിതം ചോദിച്ചു വാങ്ങിക്കുന്നതിൽ അവഗണന ഇപ്പോഴും തുടരുകയാണ്. അത് കേരളത്തിൻ്റെ കാർഷിക മേഖലയും അനുഭവിക്കുക. ഈ പ്രശ്നങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിരോധം വരുന്ന നാളുകളിൽ ഉയർന്നു വരും. ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്ക് ഈ പ്രസംഗത്തിൽ ഈ സമയത്ത് പോകുന്നില്ല. മറ്റ് സഖാക്കൾ സംസാരിക്കാനുണ്ട്. നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ ഓരോന്നായി അവഗണിക്കപ്പെടുകയാണ്. ഇത് പെൻഷൻകാരുടെ, സാമൂഹ്യക്ഷേമ പെൻഷൻകാരുടെ പ്രക്ഷോഭം വരാൻ പോവുകയാണ് 20-ാം തീയതി. ഓണക്കാലത്ത് അവരുടെ പെൻഷൻ്റെ സ്ഥിതി എന്താവും എന്നുള്ള കാര്യത്തിൽ ആ പെൻഷൻ വാങ്ങിക്കുന്നവർക്ക് വലിയ ഉത്കണ്ഠയുണ്ട്. 62 ലക്ഷത്തോളം ആളുകൾക്ക് 2000 രൂപ പെൻഷനായി നൽകിയിരുന്നതാണ്. ആ പെൻഷൻ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, നടക്കാൻ കഴിയാത്ത പ്രായം ചെന്ന ആളുകൾക്ക് വീട്ടിൽ കൊണ്ടു കൊടുക്കുന്ന സ്ഥിതി, അല്ലാത്ത കുറച്ച് പേർക്ക് ബാങ്ക് വഴി പെൻഷൻ കൊടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചു അതൊക്കെ ബാങ്ക് വഴി, അക്കൗണ്ട് വഴിയാകാം. അതിൻ്റെ മസ്റ്ററിങ് ഇപ്പോൾ അതൊക്കെയാണ്. ഇന്നത്തെ പത്രത്തിൽ കണ്ട് 66% പേർ മാത്രമാണ് മസ്റ്ററിങ് നടന്നിട്ട്. ഒരു പെൻഷനിൽ എന്തെങ്കിലും അപാകത ഉണ്ട് നോക്കിയ ആ പെൻഷൻ്റെ അപാകത എന്താണെന്ന് പരിശോധിച്ചാൽ തിരുത്തുന്നതിന് പകരം ആ പെൻഷനെ തന്നെ ഇല്ലാതെയാക്കുന്ന നടപടികളിലേക്ക് 62 ലക്ഷം കുടുംബങ്ങളുടെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നു എന്ന് പറയുന്നില്ല ഈ പെൻഷൻ വരുന്നത്. അത് മുടക്കം കൂടാതെ കൊടുത്തിരുന്ന രീതി നാളെ തുടരുമോ എന്നുള്ള കാര്യം കേരളത്തിൽ പുതിയ പ്രശ്നമായി വരിക. ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനം നടത്തുന്നപ്പോൾ എല്ലാ ജനവിഭാഗങ്ങൾക്കുമെതിരായിട്ടുള്ള കടന്നാക്രമങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ ഗവൺമെൻറ് കൊടുക്കുകയാണ് സ്ത്രീകൾക്കുള്ള 1000 രൂപ സ്ത്രീ സുരക്ഷാ പദ്ധതി.
ആ സ്ത്രീ സുരക്ഷാ പദ്ധതി 3720 കോടി രൂപ ബഡ്ജറ്റിൽ ശ്രീ ബാലഗോപാൽ നീക്കിവെച്ചാണ് ജനുവരി മാസത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ. ആ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച ആ പെൻഷൻ കൊടുക്കാൻ ഈ വർഷം ചെറിയ സംഖ്യ നീക്കിവെച്ചിട്ടുള്ളത് 1000 കോടിക്ക് താഴെ. പക്ഷേ അതിനെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ഒരാൾ ഞാനാണ് സഭയ്ക്കകത്ത്. പക്ഷേ ആ പെൻഷൻ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് പറയാൻ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി മുഖ്യമന്ത്രി തയ്യാറായില്ല. ആ പെൻഷൻ മുടങ്ങി 3 മാസക്കാലമായി എന്നുള്ളത് മാത്രമല്ല, തുടർന്ന് ആ സ്ത്രീകൾക്ക് ഏകദേശം 31 ലക്ഷത്തോളം ആളുകളുണ്ട് എന്നാണ് കണക്ക്. ആ പെൻഷൻ അത് തകർക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. അതിന് പകരം ശ്രീമാൻ CP ജോണിൻ്റെ വകുപ്പ് ഈ ലോക്കൽ ബസ്സുകളിൽ 600 കോടി രൂപ, മാസം 50 കോടി രൂപയാണ് KSRTC ഗാനത്തിൽ നീക്കിവെച്ചിട്ടുള്ളത്. 600 കോടി രൂപ കൊടുത്ത് 3750 കോടി രൂപയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി വെട്ടിച്ച ഏറ്റവും വലിയ അപഹാസ്യമായ ജനങ്ങളെ വഞ്ചിച്ച നടപടി ഈ ഗവൺമെൻറ് സ്വീകരിച്ചു. സ്ത്രീകളുടെ പ്രതിഷേധം അതിനെതിരായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഏത് മേഖലയിലാണ് ഉണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ പോലും നിഷേധിക്കുന്ന ഒരവസ്ഥയിലേക്ക് രാജ്യം പോവുക? അതിന് പണമില്ല എന്നാണ് പറയുന്നത്. മുമ്പ് നിങ്ങൾ പറഞ്ഞ് ഞങ്ങളൊന്ന് വന്നാൽ പൂവിൽ നിന്ന് പൂമ്പാറ്റ തേൻ നുകരുന്ന പോലെ പുഷ്പമറിയാതെ വേദനിപ്പിക്കാതെ ഖജനാവ് നിറയ്ക്കും എന്നുള്ളതല്ലേ? എന്തേ ഖജനാവ് നിറയാത്തത്? ഇപ്പോൾ നിങ്ങളുടെ 18 MP-മാരില്ലേ? കേന്ദ്ര വിഹിതത്തിൻ്റെ ഭാഗമായി നെൽകൃഷിക്കാർക്ക് കൊടുക്കാനുള്ള വിഹിതം LDFൻ്റെ കാലത്ത് മാത്രം കിട്ടാനുള്ള 1340 കോടി രൂപയുണ്ട്. എന്തേ ചോദിച്ചു വാങ്ങിക്കാത്തത്? എല്ലാം സഹകരിക്കുന്നു. ഞങ്ങൾ ഗവർണർക്കെതിരായിട്ടോ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടോ ഒരു ഏറ്റുമുട്ടലിനില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ആരെങ്കിലും ഏറ്റുമുട്ടാൻ പറഞ്ഞോ? ഏറ്റുമുട്ടലിനില്ല എന്ന് പറയുമ്പോൾ അതുമായി സഹകരിച്ചു പോകുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഓരോ ദിവസവും വരുന്നത്. എല്ലാ മേഖലയിലും, വിദ്യാഭ്യാസ മേഖലയിലായാലും മറ്റേത് മേഖലയിലായാലും പുതിയ പ്രശ്നങ്ങൾ വരിക. ഭവന നിർമ്മാണ പദ്ധതി, കേരളത്തിലെ ലൈഫ് പദ്ധതി, 1.25 ലക്ഷം ആളുകളുടെ വീട് ഇനിയും പൂർത്തിയാക്കാനുണ്ട്. അതിൽ കുറച്ച് പേർക്ക് PMA വഴി നഗരവും ഗ്രാമവുമായിട്ടുള്ള പൈസ കിട്ടണം. കേന്ദ്ര ഗവൺമെൻറ് ഗ്രാമപ്രദേശത്താണെങ്കിൽ 78,000 രൂപയും നഗരപ്രദേശത്ത് 1.5 ലക്ഷം രൂപയും തരും. 4 ലക്ഷം രൂപയാണ് വീടിന്. ബാക്കി സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുകയും വായ്പ എടുത്താണ് വീട് പണിയുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പറഞ്ഞു, ഇങ്ങനെ PMA വഴിയുടെ കുറച്ച് വീടുകൾക്ക് നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് ഈ പറയുന്ന സംഖ്യ കിട്ടണമെങ്കിൽ അതിൻ്റെ മേൽ ഞങ്ങളുടെ ലേബലൊട്ടിക്കണം. അതുവരെയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ളപ്പോൾ LDF ഗവൺമെൻറ് പറഞ്ഞത് ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ, എൻ്റെ കാരണവന്മാരുടെ ഫോട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ദൈവത്തിൻ്റെ ഫോട്ടോ വയ്ക്കാറുണ്ട്. മോദി വീടിൻ്റെ ഭാഗ്യം എന്നാരും എഴുതി വയ്ക്കാറില്ല. മോദിയുടെ ചിത്രവും ചാപ്പയും അടിക്കുന്ന പുതിയ നിയമം വന്നപ്പോൾ ഈ ഗവൺമെൻറ് നിലപാടെന്താ? ഗവൺമെൻറ് പറയുന്നത് ഞങ്ങളത് ചെയ്യേണ്ടി വരും. ഇന്നലെ ഷാജി പറഞ്ഞാണ്, PM ശ്രീയിൽ പറഞ്ഞ പോലെ തന്നെയാണ്. എല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിനോട് സഹകരണം ഉണ്ടാക്കിയും കേന്ദ്ര ഗവൺമെൻറ് പിന്തുണയുണ്ടായിട്ടും കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യം ഈ 3 മാസക്കാലം കൊണ്ട് നടന്നോ? ഇന്നിപ്പോൾ അദ്ദേഹം വിഴിഞ്ഞം ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുണ്ട്. വിഴിഞ്ഞം സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നെന്നുള്ള ഉത്കണ്ഠയാണ് ഇപ്പോൾ രാജ്യത്തുള്ളത്. വിഴിഞ്ഞത്ത് സമുദ്ര എന്നുള്ള പ്രത്യേക പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ തുറമുഖങ്ങളിലെ കൂടി വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം എന്നുള്ളതുകൊണ്ട് ആ തുറമുഖങ്ങളെയൊക്കെ സ്വകാര്യവൽക്കരിക്കാൻ സ്വകാര്യവൽക്കരണത്തിനൊരു ബഡ്ജറ്റാണ് ഇപ്പോൾ വന്നത്. പാലില്ലെങ്കിൽ എന്താ ഇനി കുഴപ്പം? ഈ ക്ഷീരസംഘങ്ങൾ വേണോ? US-മായി കരാറുണ്ടാക്കിയിട്ടുണ്ട്. പാലും പാലുൽപ്പന്നങ്ങളും ഇന്ത്യയിലേക്ക് വരിക. അപ്പോൾ ഇനി പാല് ഉണ്ടാക്കാനും സംഘങ്ങൾ നടത്താനും പാൽ കൃഷിക്കാർ വേണ്ട, ഉൽപ്പന്നങ്ങൾ വിദേശത്ത് നിന്ന് വരും. സ്വയം പര്യാപ്തതയിലേക്ക് എത്തിയ നാടാണ് നമ്മുടെ. കോവിഡ് കാലത്താണ് നമ്മൾ ഏകദേശം ഇവിടേക്ക് ആവശ്യമായ പാലിൻ്റെ ഉൽപ്പന്നത്തിലേക്ക് എത്തിയപ്പോഴാണ് കോവിഡ് വന്നത്. അന്ന് പാല് ചെരിച്ചു കളയുന്ന അവസ്ഥയുണ്ടായി. കോവിഡിന് ശേഷം നമ്മൾ വീണ്ടും പരിശ്രമിച്ച് മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ പാല് മിച്ചമുണ്ടായപ്പോഴാണ് മലപ്പുറത്ത് മിൽമയുടെ പാൽപ്പൊടി യൂണിറ്റ് വന്നത്. ഇപ്പോൾ പാല് ആവശ്യത്തിനില്ല എന്നുള്ള സ്ഥിതി. കാരണം കൃഷിക്കാർ പതുക്കെ ഈ മേഖലയിൽ നിന്ന് മാറുക. പാൽ കർഷകർ ഇഷ്ടം പോലെ പാലുണ്ടാക്കുകയും അത് മിച്ചം വന്നാൽ കൃഷിക്കാർക്ക് നഷ്ടപ്പെടാതെ, അതിനു മുമ്പ് എങ്ങനെയാണ് മിൽമ ചെയ്തിരുന്നത്? വർഷക്കാലമായ വേനൽക്കാലത്ത് അളന്ന പാലിൻ്റെ ശതമാനം കണക്കാക്കി കോട്ടയത്തേക്ക് അത്ര പാലെ അവിടെ കൊണ്ടുചെന്നാൽ ക്ഷീരസംഘങ്ങൾ കൊണ്ടുചെന്നാൽ എടുക്കും, ബാക്കിയുള്ളത് മടക്കും. ഈ സ്ഥിതിയായിരുന്നു.
അതിന് മാറ്റം ഉണ്ടായത് ഈ പാൽപ്പൊടി യൂണിറ്റ് വന്നപ്പോഴാണ്. പക്ഷെ ഇപ്പോൾ പുതിയ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. ആ പ്രതിസന്ധി പാൽ ആവശ്യത്തിനില്ല എന്നുള്ളതാണ്. 175,000 ലിറ്റർ ഈ എറണാകുളം മേഖല യൂണിയൻ മാത്രം തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന മോശപ്പെട്ട പാൽ. അവിടുത്തെ കൃഷിക്കാരെ ആക്ഷേപിക്കേണ്ട. ഇതിൻ്റെ കച്ചവട ലോബികളുണ്ട്. അവരുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിന്ന് ഇപ്പോൾ ഈ മേഖല യൂണിയൻ മാത്രം ഇറക്കുമതി ചെയ്യുന്നു എന്നുള്ള സ്ഥിതിയുണ്ട്. അപകടകരമായൊരവസ്ഥയിലേക്ക് ഒരു തൊഴിലെടുത്ത് ജീവിക്കാൻ ഈ കേരളത്തിലുണ്ടായിരുന്നൊരവസ്ഥ, അതിനെ സംരക്ഷിക്കാനുണ്ടായിരുന്നൊരു സഹകരണ കൂട്ടായ്മ, ആ കൂട്ടായ്മയെ തകർക്കുന്ന നിലവാരത്തിലേക്കും കേരളത്തെ ആകെ തകർക്കുന്ന ഒരു ഗവൺമെൻറ്, UDFൻ്റെ ഗവൺമെൻറ് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് കൂടി സാന്ദർഭികമായി കൂട്ടിച്ചേർത്ത് ഞാൻ പറഞ്ഞതാണ്. ഗൗരവപ്പെട്ട ഈ പ്രശ്നത്തിനെതിരായി വരുന്ന ആളുകളിൽ ക്ഷീരകർഷകരുടെ അതിശക്തമായ പ്രക്ഷോഭം കേരള കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ തുടരണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. മിൽമ യൂണിയൻ പിരിച്ചുവിടാനുള്ള ജനാധിപത്യ ഹത്യയുടെ ആദ്യപടിയായി തിരുവനന്തപുരം യൂണിയൻ കാരണം കൂടാതെ പിരിച്ചുവിട്ട ഈ നടപടിക്കെതിരായിട്ടുള്ള പ്രതിഷേധം അവിടുത്തെ നടപടിക്കെതിരായി മാത്രമല്ല, മിൽമയുടെ നിലനിൽപ്പും അതിൻ്റെ വളർച്ചയ്ക്കും കെടുകാര്യസ്ഥ മൂലം അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ് നടപടികൾക്കെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരുടെയും പിന്തുണയുണ്ടാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ച് ഈ സമരത്തിനും ഈ താക്കീതിനും ഈ മാർച്ചിനും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.